الله عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളിവെച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ഇത്ര വലിയൊരു സൗഭാഗ്യം ആലോചിച്ച് നോക്കൂ. കഅബാലയമല്ലേ ഹാജിമാർ നേരിൽ കാണുന്നത്, ലോകത്തെ ആദ്യത്തെ ആരാധനാലയം. ശേഷം അവിടുന്ന് ഹാജിമാർ സിയാറത്തിന് പോകുന്നില്ലേ റൗള ഷരീഫിലേക്ക്. ലോകത്തിന് നേതാവായ, ഈ ലോകത്തിൻ്റെ സെറ്റപ്പിന് കാരണഭൂതനായ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ആ സ്ഥലത്ത് അവിടെയാണല്ലോ സിയാറത്ത് ചെയ്യുന്നത്. ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ ഇബാദത്തുകൾ മുഖ്യമായത് വിജയത്തിന് ആവശ്യമായ ഒരു പ്രവർത്തനമാണ്. ഹാജികളും ഉംറ ചെയ്യുന്നവരും മക്കയിൽ നിന്ന് മദീനയിൽ പോകൽ ശക്തമായ സുന്നത്താണ്. ഷറൽ മുഹദ്ബ് വിവരിക്കുകയാണ്. അപ്പോൾ ഹജ്ജിൻ്റെ അനിവാര്യ ഘടകമല്ലെങ്കിലും ഹാജിമാർ റൗളയിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പോഴുള്ള ഒരനുഭവം എന്തായിരിക്കും? ഇവിടെ 50 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ഡിയൂവിനെ വായിച്ചത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ചൈനയിലെ പ്രസിദ്ധനായ ഒരു വിശ്വകരനായിരുന്നു, മതവിശ്വാസം ഉണ്ടായിരുന്നില്ല. കുറേ അങ്ങ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഈ ലോകം തന്നെ ഉണ്ടായതാ, സൃഷ്ടാവില്ല എന്ന നിഗമനം, വീക്ഷണമൊന്നും ശരിയല്ല. ഒരു സൃഷ്ടാവില്ലാതെ എങ്ങനെ ഉണ്ടാകാനാ? അതിൻ്റെ അന്വേഷണം അദ്ദേഹം തുടങ്ങി. പല മതങ്ങളെക്കുറിച്ചും പഠിച്ചു. ചില മതത്തിൽ ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കുന്നു, അതൊന്നും അയാൾക്ക് പറ്റിയില്ല. ഏകദൈവ വിശ്വാസം എന്ന സങ്കല്പത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെയും ഗവേഷണം ചെന്നെത്തിയത്. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഏകദൈവ സിദ്ധാന്തം വളരെ താല്പര്യം തോന്നി അദ്ദേഹം മതം സ്വീകരിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ വേറെ ചില മതത്തിൻ്റെ ആളുകൾ ചില ഓഫറൊക്കെ ആയിട്ട് വന്നത്രേ. ഏതോ ചില മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ പദവിയൊക്കെ ഓഫർ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടത് ഓഫറുകളായിരുന്നില്ല, യഥാർത്ഥ മതം, യഥാർത്ഥ സൃഷ്ടാവ്. വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച സലീം വാങ്ഡിയും വിശുദ്ധ മക്കയിലും മദീനയിലും എത്തിയ അനുഭവം പറയുന്നുണ്ട്. ഞാൻ കഅബാലയത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ എൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ചൈതന്യം, എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, അതെ വിശ്വാസം. ഞാൻ മദീനയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലെത്തി. എനിക്കെൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാ വിശ്വാസികൾ പ്രവാചക സന്നിധിയിൽ ചെന്നാൽ കണ്ണുനീരുകൾ അവിടെ ഒഴുകില്ലേ? കേരളീയനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വിശുദ്ധ റൗളയിലെത്തിയ ചരിത്രം നാം കേട്ടിട്ടില്ലേ? യാ അക്രമൽ ഖുറമാ അലാ അഅ്താബിക്കും വൽ ഫഖീറുൽ മുർതജി ലിജനാബിക്കും യർജുൽ അത്താഅ അലൽ ബുകാഇ ബിബാബിക്കും വദ്ദംഉ ഫീ ഖദ്ദൈഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പ്രവാചകനോട് നേരിട്ട് പറയാം, ഇതാ പാവപ്പെട്ട ഉമർ ഇവിടെ വന്നിരിക്കുകയാണ്, എനിക്ക് ഇവിടുത്തെ സമ്മാനമൊക്കെ വേണം, എൻ്റെ കണ്ണുനീരുകൾ വറ്റുന്നില്ല നബിയേ. ഇതായിരുന്നു പ്രവാചകൻ പറഞ്ഞത്. ചരിത്രം രേഖപ്പെടുത്തുന്ന അത്ഭുതമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ശരീഫിൻ്റെ വാതായനം തുറന്നു എന്നല്ലേ ചരിത്രത്തിലുള്ളതെങ്കിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ? മുത്തനബിയോടുള്ള അടങ്ങാത്ത സ്നേഹം. പ്രവാചകന്റെ വേർപാടിന് ശേഷം പിന്നെ മദീനയിൽ നിൽക്കാൻ മനസ്സ് സമ്മതിച്ചില്ല, ഷാമിലേക്ക് പോയി. ആ ജീവിതത്തിനിടയിലാണ് പ്രവാചകന്റെ ഒരു സ്വപ്നം. എന്താ ബിലാലെ, എന്നെ സന്ദർശിക്കാൻ സമയമായില്ലേ? അതെ, ബിലാൽ തങ്ങൾ നേരം പുലരുന്നതോടെ മദീനയിലേക്ക് പുറപ്പെട്ടു. റൗള ശരീഫിലെത്തിയ ബിലാൽ തങ്ങൾ തൻ്റെ മുഖം ഖബർ ശരീഫിൽ സ്പർശിച്ചുകൊണ്ട് കരയുകയാണ്. നബി തങ്ങളുടെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങൾ വന്നു അറിഞ്ഞു. പറഞ്ഞു, അങ്ങ് പ്രവാചകന്റെ കാലത്ത് വാങ്ക് കൊടുത്തില്ലേ, ഒന്ന് കൊടുക്കൂ, ആ വാങ്ക് ഒന്ന് കേൾക്കട്ടെ. പള്ളിയുടെ മുകളിലേക്ക് കയറി വാങ്ക് കൊടുത്തു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ബിലാൽ തങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും വാങ്ക് കൊടുക്കുന്ന ബിലാൽ തങ്ങൾക്കും സമനില തെറ്റി. മദീന പരിസരവാസികൾ എന്താണ് ഈ കേൾക്കുന്നത്, എന്താണ് കേൾക്കുന്നത്? പ്രവാചകൻ തിരിച്ചു വന്നോ? അത്ഭുതത്തോടെ പലരും വീട് വെട്ടിയിറങ്ങി. ഇതേ പ്രവാചകനുള്ള ഇഷ്കാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര ശരീരം തൊട്ടുരുമി നിൽക്കുന്ന ആ ഒരു ഇടം, അത്ര ശ്രേഷ്ഠത വേറെ ഭൂമിക്ക് എവിടെയാണ് ഉള്ളത്? പണ്ഡിതന്മാർ അതിനെക്കുറിച്ചൊക്കെ വളരെ വാചാലമാകുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് വിങ്ങി പൊട്ടിക്കൊണ്ടായിരിക്കും ഹജ്ജിന് പോകുന്നവരും ഇനി അല്ലാത്ത
സന്ദർശകരുമൊക്കെ പഠിച്ചവനെ ഞങ്ങളുടെ ഈ സന്ദർശനം അവസാനത്തേതാക്കരുതേ അല്ലാ എന്ന് ദുആ ചെയ്യുകയാണല്ലോ. ഫൈസലിൽ ഔദ ഹറമൈൻ, 2 ഹറമുകളിലും വീണ്ടും വരാൻ സന്ദർഭമുണ്ടാകണേ ദ്വാരക്കുകയാണ്. പറഞ്ഞു വന്നത് ആ റൗള നേരിൽ കാണുന്നു, ആ റൗളയിലെത്തിയ നിബിതങ്ങൾക്ക് നേർക്ക് നേരെ സലാത്തും സലാമും പറയുന്നു. ജീവിതത്തിൽ വലിയ സൗഭാഗ്യമാണ്. വിശിഷ്യ നാം ഹാജിമാരിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അല്ലാത്തവരും റബീഉൽ അവ്വലിലും അല്ലാത്ത മാസങ്ങളിലുമൊക്കെ നമുക്ക് ഈ പുണ്യയിടങ്ങളിലൊക്കെ പോകാം. ഹാജിമാർ പരിശുദ്ധമായ കഅബാലയെ കണ്ടുകൊണ്ട് കഅബാലയത്തിൽ തവാഫ് ചെയ്ത് ഇതാ കഅബാലയത്തോടും യാത്ര പറയുക. അവസാനമായ വിദാഇന്റെ തവാഫ് ചെയ്ത് അവർ പിരിയുമ്പോൾ എന്തായിരിക്കും ഹാജിമാരുടെ മനസ്സിലെ ദുഃഖം, അവരുടെ പ്രകമ്പനം, അവരുടെ ആശങ്ക. അല്ലാ ഈ പുണ്യഭൂമി എന്തെല്ലാമാണ് ഹാജിമാർ കണ്ടത് അല്ലേ? അവർ അറഫയിൽ പോയില്ലേ? അത് നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവാബിയും സ്വർഗത്തു നിന്നുകൊണ്ട് ഈ ലോകത്ത് വന്ന ശേഷം ആദ്യമായി അറഫയിൽ വെച്ചുകൊണ്ടാണ് പുതുക്കിയത്. അതുകൊണ്ടാണ് അറഫ അറിഞ്ഞു എന്ന അർത്ഥം വരുന്നതെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. വേറെയും ചില വീക്ഷണങ്ങൾ ഒക്കെയുണ്ട്. തിരിച്ചെത്തുന്ന ഹാജിമാർക്ക് നമുക്ക് ഇങ്ങനെ അഭിവാദ്യം ചെയ്യാം. തഖബ്ബലല്ലാഹു ഹജ്ജക് വഗഫറ ദംബക് വഅഖ്ലഫ നഫഖതക്. അങ്ങയുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ, അങ്ങയുടെ ദോഷം അള്ളാഹു പൊറുക്കട്ടെ, അങ്ങയുടെ ചെലവ് സംഖ്യകൾക്ക് അള്ളാഹു പകരം നൽകട്ടെ. ഇതോടൊപ്പം ദുആഇന് ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള ഹാജിമാരോട് നമുക്ക് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണല്ലോ അറഫ. അന്ന് ഇബ്ലീസ് ഏറ്റവും ദുഃഖിതനാകുന്ന എളുമ്പിനാകുന്ന ആ ദിവസമാണെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എൻ്റെ കാരണം വിശ്വാസികൾ മുഅ്മിനീങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്, അവർ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാണ്. ഇത് പിശാചിന് ഇഷ്ടമല്ലല്ലോ. അതെ, പാവങ്ങൾ പൊറുക്കാൻ പടച്ചവനോട് കൈനീട്ടിക്കൊണ്ട് ജനലക്ഷങ്ങൾ അറഫയിൽ സമ്മേളിക്കുമ്പോൾ പ്രവാചകനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഗമനത്തിന് മുമ്പ് അറഫയിൽ നടത്തിയ പ്രഭാഷണമൊക്കെ ഹാജിമാരുടെ മനസ്സിലോടിയെത്തും, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലോടിയെത്തും. എന്താണ്? പടച്ചവനിലേക്കുള്ള ഈമാനും വിശ്വാസം വിളിച്ചറിയിച്ചുകൊണ്ട് അറബിക്കാൻ അറബിയേക്കാളും വലിയ പ്രാധാന്യമില്ല തഖ്വ കൊണ്ടല്ലാതെ തുടങ്ങി സ്ത്രീകളെ നിങ്ങൾ സംരക്ഷിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ തുടങ്ങി മനുഷ്യത്വത്തിൻ്റെ പ്രഖ്യാപനം അറഫയിൽ നിന്നുകൊണ്ടുള്ള പ്രഭാഷണം നാം സാന്ദർഭികമായി ഓർത്തുവെങ്കിൽ കാലോചിതമായി ഇന്ന് എന്താണ് കാണുന്നത്? മനുഷ്യർക്കിടയിൽ ചേരിതിരിവും അനേകവും സ്പർദ്ധയും വിഘടനവാദങ്ങളും രാജ്യത്തെ കുഴപ്പമുണ്ടാക്കാനുള്ള തീവ്രമായ നീക്കങ്ങളും. ഈ സന്ദർഭത്തിലൊക്കെ രാജ്യങ്ങൾ തമ്മിലടുക്കണം, ജനങ്ങൾ തമ്മിലെടുക്കണം, മതവിഭാഗങ്ങൾ തമ്മിലും സൗഹൃദം നിലനിൽക്കണം. ഇതൊക്കെ തന്നെയാണല്ലോ ഹജ്ജും നൽകിയ സന്ദേശം, ബലിപെരുന്നാളും നൽകിയ സന്ദേശം. അതെ, ഈ ബലിപെരുന്നാളും ഹജ്ജുമൊക്കെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് ചരിത്രത്തിൽ നാം വായിക്കുമ്പോൾ ആ പ്രവാചകൻ ഉയർത്തിപ്പിടിച്ച മഹത്തായ ആശയം ഈ വേളയിൽ ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിച്ച് നാം അത് കൈവിടാതെ സൂക്ഷിക്കാൻ നമ്മളും തയ്യാറാകുക, ലോക സമൂഹവും തയ്യാറാകേണ്ടതുണ്ട്. അത്ര വിശ്വാസവും അത്ര ഐക്യവും അത്ര സ്നേഹവുമാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് വെച്ചത്. ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ നാം ജനങ്ങൾ അതിലേക്ക് അടുക്കണം, വീണ്ടും വീണ്ടും അടുക്കണം. ഖദ്ദമ ജസദഹു ലിന്നിറാൻ ഖദ്ദമ മാലഹു ലില്ലൈഫാൻ ഖദ്ദമ ഇബ്നഹു ലിൽഖുർബാൻ. ശരീരം തീയിലേക്ക് സമർപ്പിച്ച രംഗമുണ്ടായില്ലേ? എന്നിട്ട് അല്ലാഹു രക്ഷിച്ചു അല്ലേ? സമ്പത്ത് സാധുക്കൾക്ക് വിരുന്നുകാർക്ക് വേണ്ടി നീക്കിവെച്ചു, മകനെ ഖുർബാൻ ഇറക്കാൻ തയ്യാറായി. അതൊക്കെ പടച്ചവന്റെ പരീക്ഷണമായിരുന്നു. പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിൽ അതീവ തൽപരനായിരുന്നുവെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്ഷ്യക്ഷാമങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്. പാവപ്പെട്ടവരുടെ മോചനത്തിനും സംരക്ഷണത്തിനുമൊക്കെ ജനങ്ങൾ ചേർന്ന് നിൽക്കണം. പഞ്ചായത്തുകളും ഗവൺമെൻറ്റുമൊക്കെ തയ്യാറാകണം. ഭക്ഷ്യസുരക്ഷാ പദ്ധതികളുമൊക്കെ തയ്യാറാകണം. പ്രവാചകന് ഇത്ര നല്ല മൂല്യങ്ങൾ ഉണ്ടായപ്പോൾ വക്കാന ഇദാക ഖലീൽ റഹ്മാൻ, ഇവിടെയാണ് റഹ്മാനായ അള്ളാഹുവിൻ്റെ സ്നേഹിതനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാറുന്നതെങ്കിൽ ഖലീലുള്ളാഹ് ഉയർത്തിയ മനുഷ്യത്വത്തിൻ്റെ മഹത്തായ വിളംബരം അവസരോചിത നാമൊക്കെ ഏറ്റു പ്രഖ്യാപിക്കുവാനും ഒപ്പം ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹജറ ബീവിയൊക്കെ നടത്തിയ സമർപ്പണ മനോഭാഗം, ഇലാഹായ അള്ളാഹുവിലുള്ള വിശ്വാസം, അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനുള്ളവരെ മനോധൈര്യം, ഒപ്പം മാതൃകാ ജീവിതം നയിച്ച ഒരു മനോഹരമായ കുടുംബം. അതെ, അത്തരം ചില കുടുംബാന്തരീക്ഷങ്ങൾ നമ്മുടെയും കുടുംബങ്ങൾ നിലനിൽക്കട്ടെ. അവരൊക്കെ വിശുദ്ധ മക്കയോടനുബന്ധിച്ചുമൊക്കെ നടത്തിയ ആ ധാർമ്മിക മുന്നേറ്റങ്ങൾ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഓരങ്ങളിലും തീരങ്ങളിലും ഇതിൻ്റെ ചൈതന്യമൊക്കെ നിലനിർത്തി നാം ജഗന്നിയന്താവായ അള്ളാഹുവിലേക്ക് കൂടുതൽ വിശ്വാസമുള്ളവരായി അടുക്കുവാനും
ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദങ്ങളുടെ കണ്ണികൾ കൂടുതൽ കൂടുതൽ സുശക്തമാക്കി മാതൃകാ ജീവിതം നയിക്കുവാനും പാവപ്പെട്ടവരെ ക്ഷേമ പ്രവർത്തനം നമ്മൾക്ക് പങ്കാളികളാകുവാനും നമുക്കെല്ലാം ഈ വേളയിൽ പ്രതിജ്ഞ പുതുക്കാം. ജഗന്യന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇബ്രാഹിം ഇല്ലത്തിലേക്ക് വീണ്ടും വീണ്ടും അടുക്കുവാനുള്ള ഒരു മാനസിക സ്ഥിതിവിശേഷം പടച്ച തമ്പുരാൻ നമുക്കൊക്കെ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.